ഇപ്പോൾ CPIM നേതാവ് പി ജയരാജൻ ചേരുകയാണ്. ശ്രീ ജയരാജൻ, ഒരുപക്ഷെ കണ്ണൂരിന്റെ ഒക്കെ പേരാണ് പറയുന്നത്, അതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന്, 1 കോടി രൂപ ഇനാം നൽകുമെന്ന് മധ്യപ്രദേശിലെ ഒരു RSS നേതാവ് പരസ്യമായി ആഹ്വാനം ചെയ്തു. ഇവിടെ RSSന്റെ തനിനിറമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കാരണം അതൊരു സാംസ്കാരിക സംഘടനയാണെന്നാണ് പുറത്തുള്ള ബാനർ അവര് ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷേ അവര് ആർഷ സംസ്കാരത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നു, സാംസ്കാരിക സംഘടനയാണെന്ന് നടിക്കുന്നു. യഥാർത്ഥത്തിൽ RSS ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്വകാര്യ ഭീകര സംഘടനയാണ് എന്നത് പലപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നിട്ടുള്ള ഒട്ടേറെ വർഗീയ കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷനുകൾ RSSന്റെ പങ്കാളിത്തം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പഴയ കോൺഗ്രസ് നേതാവും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഉറച്ചു നിന്നയാളും വ്യക്തിയുമായിട്ടുള്ള സുഭദ്ര ജോഷിയുടെ ഗ്രന്ഥം തന്നെ എങ്ങനെയാണ് RSS കലാപങ്ങൾ നടത്തുന്നത്, ആ കലാപങ്ങളിലൂടെ ആയിരക്കണക്കായ ആളുകളെ കശാപ്പ് ചെയ്യുന്നത് എന്നത് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ തലശ്ശേരി വർഗീയ കലാപം, മാറാട് കലാപം ഉൾപ്പെടെ ഉള്ള കലാപങ്ങളിലെല്ലാം RSSന്റെ പങ്കാളിത്തം വളരെ വ്യക്തമാണ്. അപ്പൊ അത്തരമൊരു സ്വകാര്യ ഭീകര സംഘടനയിൽ നിന്ന് ഇത്തരമൊരു ഭീഷണി, അതും ഒരു സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ തലയിറക്കും, അത്തരക്കാർക്ക് ഞങ്ങൾ 1 കോടി ഉറുപ്പിക ഇനാം കൊടുക്കും എന്നൊരു RSS നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ലാത്തൊരു സംഘടനയാണ് RSS എന്ന് മാത്രമല്ല ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തോടു കൂടിയാണ് രാജ്യത്ത് RSS പ്രവർത്തിക്കുന്നതെന്നും CPIM നേരത്തെ പറഞ്ഞത് അടിവരയിട്ട് തെളിയിക്കുന്ന നിലയിലുള്ള പ്രസ്താവനയാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇത്തരമൊരു വധഭീഷണി ഉയർന്നത് എന്നതാണ് പൊതുസമൂഹം ചിന്തിക്കേണ്ടത്. കാരണം നമ്മുടെ പാരമ്പര്യം ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഒക്കെ പാരമ്പര്യമാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യമാണ് കേരളീയ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നത്. അതിൽ വിശേഷിച്ച് CPIM ആണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ തകർത്തുകൊണ്ട് ഹിന്ദുത്വ മതഭ്രാന്ത് പ്രചരിപ്പിക്കാനാണ് RSS പരിശ്രമിക്കുന്നത്. അതിനെതിരായിട്ട് ആശയതലത്തിലും അതോടൊപ്പം തന്നെ ജനങ്ങളെ അണിനിരത്തിയിട്ടും പോരാടുന്നത് CPM ആണ്. ആ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിക്കൊണ്ടും നേരത്തെ പാർട്ടി നേതാവായിക്കൊണ്ടും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും RSSന് വേരോട്ടം നടത്താൻ അവരുടെ സ്വാധീനം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സമായിരുന്നു എന്ന് RSSന്റെ നേതാക്കന്മാർക്ക് അറിയാം. അതുകൊണ്ട് ഈ കേരളത്തിൽ അവർക്ക് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന തോന്നലിനെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ആവനാഴിയിലുള്ള ഒടുവിലത്തെ ആയുധമാണ് ഇപ്പൊ പ്രയോഗിച്ചിട്ടുള്ളത്. അവര് ഇത്തരം വധഭീഷണിയൊക്കെ പ്രോത്സാഹിക്കുമെങ്കിലും നിരവധി കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവര് ഭീരുക്കളാണ്. അവര് ആ ഭീരുത്വ പ്രകടനമാണ് ഇതിലൂടെ നടത്തിയിട്ടുള്ളത്. കാരണം പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, അതിന്റെ നേതാവ്, സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ തന്നെ കൊല്ലും, അവർക്ക് ഇനാം പ്രഖ്യാപിക്കും എന്നൊക്കെ RSS നേതാവ് പ്രഖ്യാപിക്കുമ്പോ CPIM നേരത്തെ പറഞ്ഞിട്ടുള്ള RSSനുള്ള വിശേഷണം, അതൊരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഘടനയാണെന്നുള്ള വിശേഷണം അർത്ഥപൂർണമാവുകയാണ്. എന്ന് മാത്രമല്ല, ജനാധിപത്യ വ്യവസ്ഥക്ക് നിരക്കാത്ത ഒരു ശക്തിയാണ് RSS എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് യാദൃശ്ചികവുമല്ല. ഒരുപക്ഷെ കേരളീയനായ ജോർജ് കുര്യൻ എന്ന BJP നേതാവ് പോലും പറഞ്ഞത് ഈ സംഭവത്തെ അപലപിക്കേണ്ടതിന് പകരം ഒരുപക്ഷെ ഇൻഡയറക്റ്റായി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് അദ്ദേഹം പോലും പ്രതികരിച്ചത്. അതായത് കണ്ണൂരിലടക്കം നിങ്ങളൊക്കെ നടത്തുന്ന കൊലയാളി പ്രവർത്തനങ്ങൾ, കൊലകൾ ഒക്കെ നിർത്തിയാൽ ഒരുപക്ഷെ ഇത്തരം വിളറി പിടിക്കാതിരിക്കും മറ്റു പലരും എന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം കൊണ്ടുപോയത്. അപ്പോൾ ഇത് യാദൃശ്ചികമാണോ? അപരിഷ്കൃതമായിട്ടുള്ള രീതിയല്ലേ RSS പിന്തുടരുന്നത്? യഥാർത്ഥത്തില് അവര് നടത്തുന്ന പരിശീലന പരിപാടികൾ കൈരളി പീപ്പിൾ ചാനൽ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ പരിശീലനത്തിലൂടെ, അതായത് ശാഖാ പരിശീലനം, അതുപോലെ തന്നെ വാർഷിക ശിബിരങ്ങൾ, ഇതിലൂടെ
വ്യക്തിത്വ വികസനത്തിനുള്ള പരിശീലനമാണ് നൽകുന്നത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പറയുന്നതും പ്രവർത്തനവും തമ്മിൽ പൊരുത്തമില്ല എന്ന് നിരവധി തവണ തെളിയിക്കപ്പെട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ക്രിസ്മസ് അവധി കാലത്ത് RSS നടത്തിയ പ്രാഥമിക ശിക്ഷാ ശിബിരത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് കൈരളി പീപ്പിൾ ചാനലിന്റെ പ്രതിനിധികൾ, പ്രത്യേകിച്ച് അതിന്റെ ക്യാമറാമാനും റിപ്പോർട്ടറും നിർഭയമായിട്ടാണല്ലോ ഒരു രഹസ്യമായിട്ട് നടത്തുന്ന ക്യാമ്പിനകത്തേക്ക് പുലർച്ചക്ക് 4:30 മണിക്ക് കടന്നു എന്ന് അവിടെ നടക്കുന്ന പരിശീലനം വ്യക്തിത്വ വികസനത്തിനായുള്ള പരിശീലനമല്ല, നേരെ മറിച്ച് ആളെ കൊല്ലാനുള്ള പരിശീലനമാണ് എന്ന് സ്ഥാപിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരെ ആകെ കാണിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ അവര് ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത, അതിന് ഉതകാത്ത ശൈലിയുള്ള ഒരു ശക്തിയാണ് എന്ന് പലപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ ഈ പ്രഥമ ശിക്ഷാ ശിബിരത്തിലൂടെയും ഈ ഇത്തരം ദൃശ്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ച ചാനലാണ് കൈരളി ചാനൽ. അപ്പൊ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയിൽ നിന്ന് ഇതും ഇതിലപ്പുറവും നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ്, അതായത് ഇത്തരത്തിലൊരു കാര്യം നോക്കൂ. 70-ൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 26 വയസ്സുള്ളപ്പോൾ കൂത്തുപറമ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് MLA ആയി പിണറായി വിജയൻ കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്തുന്നത്. അതിനുശേഷം അടിയന്തരാവസ്ഥക്കാലത്ത് മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുണ്ട്, പോലീസിൻ്റെ മർദ്ദനമേറ്റിട്ടുണ്ട്. ഇതിനൊക്കെ മുമ്പ് തന്നെ പിണറായി വിജയനെ കൊല്ലാൻ RSS ആസൂത്രണം ചെയ്ത കാര്യം പോലീസ് ഇത്തരം പ്രതികളെ പിടിച്ചപ്പോൾ അവരുടെ മൊഴിയിൽ നിന്ന് കേട്ടതാണ്. അവിടെ മുതൽ തുടങ്ങി ഇന്ന് മുഖ്യമന്ത്രിയായ ശേഷം വരെയും അദ്ദേഹത്തെ ഇങ്ങനെ RSS പിന്തുടരുന്നു. ഇപ്പോൾ മധ്യപ്രദേശിലും മംഗളൂരുവിലും, ഒടുവിൽ മധ്യപ്രദേശിലെ RSS നേതാവിൻ്റെ കൊലവിളിയിലും. എങ്ങനെ കാണണം ഇതിനെ? എന്താണിത്? ജനാധിപത്യപരമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമല്ലല്ലോ RSS നേതാവിൽ നിന്നുണ്ടായത്. അപ്പൊ അദ്ദേഹത്തിനെതിരായിട്ട് കൊലപാതക പ്രേരണക്ക് കേസെടുക്കണം. അപ്പോ ആ കേസെടുക്കാനാണ് യഥാർത്ഥത്തിൽ നിയമവ്യവസ്ഥയെ ആഗ്രഹിക്കുന്ന എല്ലാവരും ആവശ്യപ്പെടേണ്ടത്. അപ്പൊ ജനാധിപത്യ വ്യവസ്ഥക്ക് നിരക്കാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തിക്കെതിരായിട്ട് നല്ല നിലക്ക് ബഹുജനാഭിപ്രായം ഉയർന്നു വരണം. 48 ജനുവരി 30-ന് മഹാത്മാഗാന്ധിയെ വധിച്ചതിലടക്കം RSSനുള്ള പങ്ക് വളരെ വ്യക്തമാണല്ലോ. അന്ന് ആ സ്പെഷ്യൽ കോടതി വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള നാഥൂറാം വിനായക ഗോഡ്സെ കൊലമരത്തിലേക്ക് കയറുന്ന അവസരത്തിൽ ചൊല്ലിയിട്ടുള്ള ശ്ലോകം RSSന്റെ ശാഖയിൽ ചൊല്ലുന്ന അതേ ശ്ലോകമാണ്. നമസ്തേ സദാവത്സലേ എന്ന് തുടങ്ങുന്ന അതേ ശ്ലോകം ചൊല്ലിയിട്ടാണ് ഗോഡ്സെ കഴുമരത്തിലേക്ക് നടന്നുപോയത് എന്നതാണ് ചരിത്രം. അപ്പോ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അപകടകാരിയായിട്ടുള്ള ഒരു ശക്തിയാണ് RSS എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ RSS നേതാവിന്റെ ഈ വധഭീഷണി. അതായത് ഇത്തരത്തിൽ പ്രാകൃതമായ ചിന്താഗതികൾ കൊണ്ടു നടക്കുന്ന RSSന്റെ ശത്രുപക്ഷത്ത് എത്തുന്നു എന്നത് തന്നെയാണ് നിങ്ങളുടെ ശരിയുടെ രാഷ്ട്രീയം എന്നതുകൂടിയാണ് ശ്രീ പി ജയരാജൻ താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം കണ്ണൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ RSSനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനങ്ങളുടെ ചെറുത്തുനിൽപ്പുണ്ടായിട്ടുണ്ട്. അവര് ജനങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറാൻ പല വിധത്തിലും പരിശ്രമിക്കുന്നു, ആരാധനാലയങ്ങളിലൂടെ ശ്രമിക്കുന്നു. ആരാധനാലയങ്ങളിൽ ആത്മീയ പ്രഭാഷണം നടത്താൻ വേണ്ടി ചില വിദ്വാൻമാരെ ഒരുക്കുകയാണ് ഭാരതീയ വിചാര കേന്ദ്രം എന്ന് പറയുന്ന RSSന്റെ ബുദ്ധി കേന്ദ്രം. അപ്പൊ അങ്ങനെ വർഗീയത, മതഭ്രാന്ത് ഇത് വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമത്തെ ശക്തമായി ചെറുത്തു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ. ശ്രീകൃഷ്ണ ജയന്തി പോലെയുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് കുട്ടികളെ പോലും മതഭ്രാന്തന്മാരാക്കി മാറ്റാനുള്ള പരിശ്രമത്തെ ശക്തമായി എതിർത്ത് പരാജയപ്പെടുത്താൻ ശ്രമിച്ച പാർട്ടിയാണ് CPIM. അപ്പൊ അതിന്റെ ഒരു നേതാവ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അതിന് CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിന്റെ തലവൻ, അദ്ദേഹത്തിനെതിരായിട്ടും ഇപ്പൊ ഭീഷണി ഉയർന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. അതാണ് ഈ പ്രത്യേകതയെ എങ്ങനെയാണ് കേരള സമൂഹം നേരിടേണ്ടത്? ഒരുപക്ഷെ നവോത്ഥാനത്തിന്റെ ബാക്കി പത്രങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ കൂടി, അതായത് ഈ വിധത്തിൽ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് എന്നത് മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ വിധത്തിൽ പരസ്യമായി MLAമാരും MP മാരും ഇരിക്കുന്ന വേദിയിൽ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച് തലയുയ്യുക എന്ന ISIS മാതൃകയിൽ RSS പ്രഖ്യാപിക്കുമ്പോൾ ആ RSSന്റെ ഊർജത്തിലാണ് ഇന്ത്യൻ ഭരണകൂടം നിലനിൽക്കുന്നത്. RSSന്റെ പിന്തുണയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ BJP-കാരനായ പ്രധാനമന്ത്രിയുള്ള ഒരു നാട്ടിൽ ഏത് വിധത്തിലാണ് ഇത്തരം ഭീഷണികളെ നിങ്ങൾ നേരിടേണ്ടത് നിയമപരവും രാഷ്ട്രീയവുമായി? RSSനെതിരായിട്ട്, അതിന്റെ ഭീവത്സമായിട്ടുള്ള നടപടികൾക്കെതിരായിട്ട് രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധ പ്രസ്ഥാനം രൂപപ്പെട്ടു വരുന്നത്
രാജ്യത്തിലെ സംഭവവികാസങ്ങൾ നോക്കിക്കാണുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പ്രത്യേകിച്ച് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി ഭരിച്ച ഗുജറാത്ത് സംസ്ഥാനത്തിൽ അവിടെയാണ് എല്ലാ വികസനവും എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ദളിത് വിഭാഗം കഴിഞ്ഞ ആഗസ്റ്റ് 15-ാം തീയതി നടത്തിയിട്ടുള്ള ഉനയിലേക്കുള്ള യാത്ര ഇന്ത്യ രാജ്യത്ത് RSS സംഘപരിവാരത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ രാജ്യത്ത് മതനിരപേക്ഷവാദികൾ എന്നുള്ള എതിർപ്പ്, ജനാധിപത്യവാദികളെ പോലും കശാപ്പ് ചെയ്യുന്ന RSSന്റെ രീതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് വളർന്നു വരുന്നു. കേരളത്തിലും അത്തരം ചെറുത്തുനിൽപ്പ് വളർന്നു വരുന്നു. ഈയിടെ മംഗലാപുരത്ത് നടത്തിയിട്ടുള്ള മതസൗഹാർദ്ദ റാലിയും ഇതിന്റെ ഭാഗമാണ്. ഇപ്പൊ രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള യോജിച്ച ചെറുത്തുനിൽപ്പ് ജനാധിപത്യപരമായിട്ട് ഉയർന്നു വരണം എന്നാണ് CPM-ന് അഭിപ്രായപ്പെടാനുള്ളത്. അതായത് പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നത്, ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നത് മാത്രമല്ല, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് ഭീഷണിയാകുന്നു എന്നത് RSS കാണുന്നു. അതിന് RSS ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നതാണ് താങ്കൾ സൂചിപ്പിച്ചത്. ശരിയാണ്, ഗാന്ധിവധം മുതലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാകും. പക്ഷേ ഇത്തരത്തിലൊരു കൊലവിളി നടത്തിയാൽ അതിനെതിരെ ഭരണകൂടങ്ങൾ എടുക്കേണ്ട ചില കാര്യങ്ങളില്ലേ, ഏറ്റവും അറ്റ്ലീസ്റ്റ് ചില കാര്യങ്ങളില്ലേ? തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള അത്തരം നടപടികൾ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരമൊരു കൊലവിളി നടത്തിയിട്ടുള്ള RSS നേതാവിനെതിരായിട്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അത്തരമൊരു കേസെടുക്കുന്നതോടൊപ്പം അത് മാത്രം പോരാ, ഭരണപരമായിട്ടുള്ള നടപടികൾ കൊണ്ട് മാത്രം RSSന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല. അതോടൊപ്പം മതനിരപേക്ഷവാദികളും ജനാധിപത്യവാദികളുമായിട്ടുള്ള ആളുകളെ ഇതിനെതിരായിട്ട് അണിനിരത്തണം. അതിനുവേണ്ടി രാജ്യവ്യാപകമായിട്ടുള്ള പരിശ്രമങ്ങൾ ഇപ്പോ നല്ല ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിന് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടക്കം, CPM അടക്കം നേതൃത്വം കൊടുക്കണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഒരുപക്ഷെ കേരള സമൂഹം, CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നതിനേക്കാൾ ഉപരി കേരള സമൂഹം മുഴുവൻ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ജാഗരൂകരാകേണ്ട ഘട്ടം കൂടിയാണ്. കാരണം കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി തല കൊയ്യുക, അതിന് അയാളുടെ സ്വത്ത് വിറ്റ് 1 കോടി രൂപ നൽകുക എന്നത് വലിയ ഗൗരവത്തോടെയും ഞെട്ടലോടെയുമാണ് കാണുന്നത്. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഇത്രയേറെ പരസ്യമായ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകില്ല ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ആരും. ശ്രീ P. ജയരാജൻ. തീർച്ചയായിട്ടും. കാരണം ഇവിടെ നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിൽ CPM-ന്റെ ഒരു നേതാവിനെതിരായിട്ട് അദ്ദേഹം ഇരിക്കുന്ന മുഖ്യമന്ത്രി പദവി പോലും പരിഗണിക്കാതെ ഇത്തരമൊരു വധഭീഷണി ഉയർത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യത്തിന് ഭീഷണി മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൃത്യമായിട്ടൊരു സന്ദേശം കൂടി ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. കാരണം സഖാവ് പിണറായി വിജയൻ ഈ ഇന്ത്യൻ സമൂഹത്തിൽ നടത്തുന്ന പ്രവർത്തനം എന്താണ് എന്ന് ചിന്തിക്കാനുള്ള അവസരമാണിത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള LDF-ന്റെ ഗവൺമെന്റും അതുപോലെ തന്നെ അദ്ദേഹം നയിക്കുന്ന CPM-ഉം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളെ RSS ഭയക്കുന്നു. അതുകൊണ്ടാണ് അതിന്റെ ഒരു സുപ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെ തന്നെ വധിക്കുമെന്നുള്ള ഭീഷണി ഉയർത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ജനാധിപത്യവാദികൾ അതിലെ കൃത്യമായിട്ടുള്ള സന്ദേശം വായിച്ചെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനെതിരായിട്ട് രാജ്യത്തെമ്പാടുമുള്ള ജനാധിപത്യവാദികളുടെയും മതനിരപേക്ഷവാദികളുടെയും ശക്തമായ പ്രതിഷേധ നിര ഉയർന്നു വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കുന്ദൻ ചന്ദ്രാവത്ത് എന്ന മധ്യപ്രദേശിലെ RSS പ്രമുഖന്റെ പ്രസംഗത്തിൽ വീണ്ടുമുണ്ട് കാര്യങ്ങൾ. അതായത് 3 ലക്ഷം കമ്മ്യൂണിസ്റ്റുകാരുടെ തല കൊയ്യും എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ഓർത്തുകൊള്ളൂ, ഗോദ്ര ആവർത്തിക്കും, കേരളത്തിൽ ഗോദ്ര ആവർത്തിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതോടൊപ്പമാണ് അയാൾ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയനെ കൊല്ലാൻ തലയ്ക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിക്കും, അതിനായി തൻ്റെ സ്വത്ത് വിറ്റ് അത് ചെയ്യുന്ന ആൾക്ക് നൽകാമെന്ന്. നോക്കൂ, ആ ഒഫൻസ് പോകുന്നത് ഒരുപക്ഷേ വലിയ ഗൗരവം. ഉമാഭാരതിയും സ്വാതി ഋതംബരയും സാക്ഷി മഹാരാജും അടക്കമുള്ള പലരുടെയും വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങൾ നാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിനൊക്കെ അപ്പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. ഇതിനെ ഒരുപക്ഷെ സാധാരണ രീതിയിലുള്ള ഒരു പ്രതിരോധം എന്നതിനപ്പുറത്തേക്ക് വലിയ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. ഒരു പ്രചരണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ആ ഗൗരവത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ശ്രീ P. ജയരാജൻ. തീർച്ചയായിട്ടും. കാരണം ഇന്തോനേഷ്യയില് 10 ലക്ഷം കമ്മ്യൂണിസ്റ്റുകാരെയാണ് അവിടുത്തെ വിരുദ്ധ ശക്തികൾ കശാപ്പ് ചെയ്തത്. അതേപോലെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന CPM-ന്റെ
നേതാവായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ട് തന്നെ ഇത്തരം ഒരു വധഭീഷണി ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് RSSന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് കാണാം, മറുഭാഗത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും സാമൂഹ്യ നീതിക്കും എതിരായിട്ട് RSS ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരായിട്ട് ആരെയാണ് പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണേണ്ടത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് ഇത്തരം ഒരു ഭീഷണിയിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സംഭവം നമ്മൾ നോക്കാം. മംഗലാപുരത്ത് ഒരു മതസൗഹാർദ്ദ റാലി നടത്താൻ വേണ്ടിയിട്ടാണ് CPMന്റെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. സാധാരണഗതിയിൽ ഒരു പൊതുയോഗം നടത്തി അവസാനിപ്പിക്കുന്ന ഒരു കാര്യം ഒരു മഹാറാലിയായിട്ട് തീർന്നത് എന്തുകൊണ്ടാണ്? ആ മഹാറാലി കാണാൻ വേണ്ടി 10,000-കണക്കിന് ആളുകൾ, അത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, CPMന്റെ അനുഭാവികൾ മാത്രമല്ല, മറ്റു പാർട്ടികളിൽപ്പെട്ട ജനാധിപത്യവാദികൾ അടക്കം അവിടെ ഒത്തുചേർന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന ശുഭസൂചകമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ ഒരു തുടക്കമാണെന്നാണ് ഞാൻ പറയുന്നത്. അത് രാജ്യത്തുടനീളം വളർന്നു വന്നാൽ അത്തരമൊരു ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള ഒരു ജനമുന്നേറ്റത്തിൽ RSSന്റെ ഇത്തരം ഭീഷണികളൊക്കെ തന്നെ അത് കൊടുങ്കാറ്റിൽ പാറിപ്പോകുന്നത് പോലെ പാറിപ്പോകും എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരമൊരു ശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റം രാജ്യത്തുടനീളം വരണം. അതിനുള്ള ലക്ഷണങ്ങൾ രാജ്യത്തെ പല സർവകലാശാലകളിലുമുണ്ട്, ദളിത് വിഭാഗങ്ങളിലുണ്ട്, മതനിരപേക്ഷവാദികളിലുണ്ട്. അത് കുറെ കൂടി ശക്തിപ്പെടുത്തണം എന്നതാണ് ഈ പുതിയ വെല്ലുവിളിയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ചർച്ച പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ശ്രീ പി ജയരാജൻ, ഞങ്ങൾ വിളിച്ച ജോർജ് കുര്യൻ എന്ന BJP നേതാവ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അതായത് ഇത്തരത്തിലുള്ള കൊലവിളികൾ ആരെങ്കിലും വിളറി പിടിച്ച് ചെയ്താൽ അതിലേക്കൊക്കെ നയിക്കുന്ന ചില കാരണങ്ങൾ ഇവിടെ ഉണ്ടെന്ന്, അതൊക്കെ മാറ്റിവെച്ചാൽ ഇതൊക്കെ തീരുമെന്ന്. അതിൻ്റെ ഉള്ളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു ഭീഷണി കൂടിയുണ്ട്. ആ ഭീഷണിക്ക് കൂടി ഒരു മറുപടി. രാജ്യത്തുടനീളം സംഘപരിവാരം പ്രചരിപ്പിക്കുന്നത് മാർക്സിസ്റ്റ് അക്രമം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും BJPക്കാർക്ക് ഇരുത്തുകൂടാ, നടന്നുകൂടാ, കടന്നുകൂടാ എന്നൊക്കെയാണല്ലോ. പക്ഷേ ഇത് RSS നേതാവ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ വ്യവസ്ഥയിലെ ഒരു മുഖ്യമന്ത്രിയെ കൊല്ലാൻ വേണ്ടി 1 കോടി ഉറുപ്പിക ഇനാം പ്രഖ്യാപിച്ചതോടുകൂടി ഈ രാജ്യത്തെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയമെല്ലാം ദൂരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിലെ ജനാധിപത്യത്തിന് നേരെയാണ് യഥാർത്ഥത്തിൽ ഈ ഭീഷണി ഉയർന്നിട്ടുള്ളത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ട് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും സാമൂഹ്യ നീതിക്കുമെതിരായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള വെല്ലുവിളിയാണ് താൻ പ്രതിനിധാനം ചെയ്യുന്ന RSSൽ നിന്ന് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് എന്ന ഭീഷണിയാണ്. തീർച്ചയായും ശ്രീ പി ജയരാജൻ നിലനിൽക്കൂ. അതായത് പിണറായി വിജയനെതിരെ RSSന്റെ മുതിർന്ന നേതാവ് നടത്തിയ ഈ കൊലവിളി ആഹ്വാനം കേവലം ഒരു കൊലവിളി ആഹ്വാനമല്ല, 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ ചരിത്രത്തിലാദ്യമായി എന്നാണ് നിരീക്ഷകർ വിലയിരുത്തിയത്. അത് ഒറ്റപ്പെട്ടതാണോ? അങ്ങനെയാണെങ്കിൽ ഒറ്റപ്പെട്ടതല്ല. RSSന്റെ K സുരേന്ദ്രനും ഗോപാലകൃഷ്ണനും അടക്കമുള്ളവർ പിണറായി വിജയനെതിരെ പറഞ്ഞ അതിന് സമാനമായ വാക്കുകൾ. ആദ്യം K സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക് അതുകൂടി കിട്ടും. മുഖ്യമന്ത്രിക്കും കേരള ഗവൺമെന്റിനും നൽകുന്നത് BJPക്കും RSSനും കേരളത്തിൽ തിരിച്ചടിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ടല്ല. നിങ്ങൾക്കറിയുമല്ലോ, നിങ്ങൾക്ക് എല്ലാവരും അവിടെ അറിയാം. ഇപ്പോ 30 ലക്ഷം വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ. 16% വോട്ട്. കഴിഞ്ഞതിന് മുമ്പിലത്തെ ഇലക്ഷനിൽ ഞങ്ങൾക്ക് 5 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 30 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ 5 ലക്ഷം കിട്ടിയ സമയത്ത് 2% വോട്ട് കിട്ടിയ സമയത്ത് ഓരോ അടിക്കും ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്, ഓരോ കൊലക്കും ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോ ഞങ്ങൾ അടിക്ക് പകരം അടിയില്ല, കൊലയ്ക്ക് പകരം കൊലയില്ല. പക്ഷെ നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങൾ കർണാടകയിൽ പോയാൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും, നിങ്ങൾ ആന്ധ്രയിൽ പോയാൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും, നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും, നിങ്ങൾ മധ്യപ്രദേശിൽ പോയാൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും, നിങ്ങൾ ദില്ലിയിൽ പോയാൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഞങ്ങളെ തടയാൻ, ഞങ്ങളുടെ പ്രവർത്തനം തടയാൻ നിങ്ങൾ വന്നാൽ ഇന്ത്യയിൽ എല്ലായിടത്തും ശക്തമായ ജനാധിപത്യപരമായ പ്രതിഷേധം ഉണ്ടാവും. തീർച്ചയായും K സുരേന്ദ്രന്റെ വാക്കുകൾ, കേരളത്തിലെ BJP നേതാവ് K സുരേന്ദ്രന്റെ വാക്കുകളാണ്. ഇനി കുമ്മനം രാജശേഖരൻ കുന്ദൻ ചന്ദ്രാവത്ത് നടത്തിയ ആ വാക്കുകളിലേക്ക്. 300 स्वयंसेवकों की हत्या का दोषी वो गद्दार ये समझता है कि हिंदुओं के खून में गौरव नहीं है शिवाजी का, हिंदुओं के खून में वो जज्बा नहीं है। मैं इस मंच से घोषणा करता हूं, डॉक्टर कुंदन चंद्रावत,
संपत्ति है मेरे पास इतनी, इसलिए घोषणा करने की हिम्मत कर रहा हूं। 1 करोड़ से ज्यादा का लगभग मकान है, उसका सर काट के ला दे विजयन का कोई मेरे को, वो मकान वो जायदाद में उसके नाम कर दूंगा। लेकिन ऐसे गद्दारों को इस देश के अंदर रहने का कोई अधिकार नहीं है, लोकतंत्र की हत्या करने का कोई अधिकार नहीं है ऐसे गद्दारों को। भूल गए क्या गोधरा को 56 मारे थे, 2000 कब्रिस्तान में चले गए, घुसा दिए उनको अंदर इसी हिंदू समाज ने। 300 प्रचारक और कार्यकर्ताओं की हत्या करी है ना तुमने, 3 लाख नरमुंडों की माला पहनाएंगे भारत माता को। वामपंथियों सुन लो। ഇപ്പോൾ ഭാസുരേന്ദ്ര ബാബു കൂടി ചേരുകയാണ്. ശ്രീ പി ജയരാജൻ തുടരൂ. ശ്രീ ഭാസുരേന്ദ്ര ബാബുലേക്ക്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു രാഷ്ട്രീയ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഒരു പൊതുപ്രശ്നമായി മാറുന്നു. ഒരുപക്ഷെ അതൊക്കെ വ്യതിരിക്തമല്ല എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ നോക്കൂ, വളരെ 70കൾക്ക് മുമ്പ് MLA ആകുന്നതിന് മുമ്പ് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ RSSുകാർ കൊല്ലാനായി പിന്തുടരുന്നു. അത് പല വിധത്തിലുമുള്ള മൊഴികളിലൂടെ കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്, നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതുമാണ്. ആ രീതിയിലേക്ക് തുടരുന്ന ഒരു കൊലപാതക ശ്രമം ഒരുപക്ഷെ പല ഘട്ടങ്ങളിലേക്കും എത്തുന്നു. ഏറ്റവും ഒടുവിൽ മംഗളൂരുവിലും മധ്യപ്രദേശിലുമൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷവും തടയുന്നു. അതിനുശേഷം കെ സുരേന്ദ്രനും ഗോപാലകൃഷ്ണനും അടക്കമുള്ളവർ പിണറായി വിജയനെതിരെ കൊല ആഹ്വാനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ഇതിന് സമാനമായ ആഹ്വാനങ്ങൾ നടത്തുന്നു, ഇതിന് സമാനമായ ബീജാഹ്വാനങ്ങൾ നടത്തുന്നു. ഒരുപക്ഷെ ഇന്ന് കുന്തൻ ചന്ദ്രാവത്തിലേക്ക് എത്തി നിൽക്കുന്ന ആ പരിധി ലംഘിച്ച ആഹ്വാനം, ഒരുപക്ഷെ അതിൻ്റെ ലോജിക്കൽ കൾമിനേഷൻ, യുക്തിസഹമായ പരിണാമത്തെ രാഷ്ട്രീയമായി നമുക്ക് പരിശോധിക്കാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു. അല്ല, അത് നമ്മൾ അതിന്റെ വലിയ ചരിത്രങ്ങളിലേക്ക് പോകുന്നതിന് പകരം എനിക്ക് തോന്നുന്നത് ഇപ്പോഴ് ഇന്ത്യൻ രാഷ്ട്രീയത്തില് പിന്നെ സംഘപരിവാര് നടത്തിയ ഒരു പരിപാടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഇന്ത്യയിലുടനീളം ഒരു പ്രതിഷേധ യോഗം അവർ സംഘടിപ്പിച്ചു. ആ യോഗത്തിന്റെ പ്രമേയം കേരളത്തില് RSSകാരെ കൊല്ലുന്നു, അതുകൊണ്ട് നമ്മൾ അതിൽ പ്രതിഷേധിക്കുന്നു എന്ന നിലയ്ക്കാണ് അവർ ആ യോഗം സംഘടിപ്പിച്ചത്. അഖിലേന്ത്യാ നിലവാരത്തിലാണെന്ന് ആലോചിക്കണം. ഒരു സംസ്ഥാനത്തെ പ്രവർത്തനത്തിനെതിരെ അഖിലേന്ത്യാ നിലവാരത്തിൽ പ്രതിഷേധ മഹാമഹം സംഘടിപ്പിച്ചു. 160ലധികം ജില്ലകളെ സംഘടിപ്പിച്ചു എന്ന് ഇന്ന് ജന്മഭൂമിയിൽ തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ക്യാമ്പയിനിലായിരിക്കും താങ്കൾ ഈ പറയുന്നയാൾ പ്രസംഗിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പം സത്യത്തിൽ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ അവരുടെ മുന്നിൽ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് കടന്നു പോകാൻ കഴിയാത്ത ഒരു തടസ്സമായി നിൽക്കുന്നത് ഈ കൊച്ചു കേരളമാണ്. ബാക്കി എല്ലായിടത്തും അവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ദില്ലി യൂണിവേഴ്സിറ്റികളിൽ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ, അങ്ങനെ യൂണിവേഴ്സിറ്റികളിലും അതുമാതിരി തന്നെ ഈ അസംബ്ലികളിലും അതേപോലെ ട്രേഡ് യൂണിയൻ രംഗത്തും ഒക്കെ വൻതോതിൽ അവർക്ക് മുന്നേറാൻ കഴിഞ്ഞിരിക്കുന്നത്, മറ്റ് പ്രദേശത്ത് കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ അവർക്ക് കഴിയുന്നില്ല. സഖ്യനെ പോലെ അതിശക്തമായി തലയുയർത്തി നിൽക്കുന്ന പ്രത്യയശാസ്ത്ര ഭിത്തിക്ക് പുറത്തേക്ക് RSSനോ സംഘപരിവാറിനോ ഈസിയായി കടന്നു വരാൻ കഴിയാത്ത, പ്രതീക്ഷിത വിജയം കൈവരിക്കാൻ കഴിയാത്ത ഒരു ചെറിയ ഭൂമിയുണ്ട് ഈ ഇന്ത്യയിൽ, കേരളം. അതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ കൊല വിളിക്കുന്ന തരത്തിൽ വൻതോതിൽ അവരെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദീർഘമായ പ്രയത്നങ്ങൾക്ക് ശേഷവും പണത്തിന്റെയും അധികാരത്തിന്റെയും അതുപോലെ തന്നെ ഗുണ്ടായുസത്തിന്റെയും ഒക്കെ ശക്തി പ്രയോഗിച്ചിട്ടും ഈ കൊച്ചു കേരളത്തിന്റെ മനസാക്ഷിയിലേക്ക് ജനതയെ അവരെ അടുപ്പിക്കുന്നില്ല എന്ന വികാരം അവരെ സംബന്ധിച്ച് ഹാലിളക്കുന്ന രീതിയിൽ വൈരാഗ്യ ബുദ്ധി വളർത്തിയിരിക്കുന്നു. അതാണ് ഈ കാര്യത്തിൽ കാണുന്നത്. സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ മലയാളികളുടെ ഇടയിൽ 5ാം പത്തി പ്രവർത്തനം നടത്തുന്നവരാണ്. സുരേന്ദ്രനും ഈ ഗോപാലകൃഷ്ണനും ഒക്കെ മലയാളികൾ പറയുന്ന കാര്യത്തിൽ മലയാളികൾക്ക് അവമതി ഉണ്ടാകും. അവരുടെ കാഴ്ചയുടെ കണ്ടാൽ തന്നെ അങ്ങനെയല്ലേ തോന്നുക? ഇവരൊന്നും മലയാളികളാന്ന് തോന്നൂലല്ലോ, ആത്മാഭിമാനമില്ലാത്ത ആളുകളല്ലേ. അല്ലെങ്കിൽ മലയാളികളുടെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ എതിരായി സംസാരിക്കുന്നതിന് അരു പിടിക്കുന്ന എന്ത് സംഘബോധമാണ് ഇവർക്കുള്ളത്? പണത്തിന്റെ മേലുള്ള അവകാശങ്ങളോ അല്ലെങ്കിൽ ആകർഷണങ്ങളോ അല്ലാതെ എന്താണ് ഇവർക്കുള്ളത്? ആ അർത്ഥത്തിൽ ഈ കൊച്ചു കേരളത്തെ വളഞ്ഞു പിടിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ നേതാവായ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനുമാണ്.
അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തെ കീഴ്പ്പെടുത്തുക, അതിന്റെ ആത്മാഭിമാനത്തിന്റെ മേൽ ചവിട്ടി തേച്ച് അതിനെ കാൽ കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് RSSനുള്ളത്. അതാണ് അവർ മധ്യപ്രദേശിൽ അദ്ദേഹത്തെ തടയാൻ നോക്കുന്നത്, ദില്ലിയിൽ അദ്ദേഹത്തെ കരാവോ ചെയ്യാൻ നോക്കുന്നത്, മംഗലാപുരത്തെ കാൽകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പം സംഘപരിവാരത്തിന്റെ അഴിഞ്ഞാട്ടം ഈ സഖ്യനിപ്പുറത്തേക്ക് കടന്നു വരാൻ നടത്തുന്ന ശ്രമങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന പ്രസ്ഥാനം കേരളത്തിലാണുള്ളത്. മലയാളികളുടെ ആത്മബോധം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം കേരളത്തിലാണുള്ളത്. ഈ കേരളത്തിന്റെ ആ പ്രസ്ഥാനത്തെയും അതിന്റെ നേതാവിനെയും ഒക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള കടുത്ത അഭിവാഞ്ചയാണ് ഇപ്പോൾ സംഘപരിവാരികളുടെ ഞരവുകളിൽ കുത്തിവെച്ച് അവർ വിട്ടിരിക്കുന്നത്. അതാണ് കുന്ദൻ റാവത്തിന്റെ മേളിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സുരേന്ദ്രന്റെ മേളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അത് തീർച്ചയായും ശ്രീ ബാസുദേവ് ബാബു തുടരണം, ദയവായി നിൽക്കൂ. നമുക്ക് താങ്കൾ പറഞ്ഞ ആ മഹാസംഘബോധത്തിനെതിരെ നിൽക്കുന്ന ഒരു വാക്ക് കൂടി കേൾക്കാം. ബി ഗോപാലകൃഷ്ണൻ എന്ന RSS നേതാവ് പിണറായി വിജയനെതിരെ പറഞ്ഞ മറ്റൊരു വാക്കിലേക്ക്. മംഗലാപുരത്തല്ല, ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പിണറായി വിജയൻ കാലുകുത്താൻ അനുവദിക്കില്ല. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല കാര്യത്തിൽ. ഇന്ത്യയിൽ ഒരു ജില്ലയിലും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും സംഘപരിവാർ തന്നെ കേരളത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ കേരളത്തിൽ ഇല്ലായ്മ ചെയ്തിട്ട് യഥേഷ്ടം ഇന്ത്യയിൽ സഞ്ചരിക്കാം എന്ന് പിണറായി വിജയൻ വിചാരിക്കുകയാണെങ്കിൽ അത് വ്യാമോഹമാണ്. കാലുകുത്തിക്കില്ല ഞങ്ങൾ, അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. എന്നുവെച്ചാൽ പിണറായി വിജയൻ മാത്രമല്ല, സീതാറാം യെച്ചൂരിക്കും ഡൽഹി കഴിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും. ഈ വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ല ഇന്ത്യ. തീർച്ചയായും ശ്രീ ബാസുരേന്ദ്ര ബാബു, അതായത് കുന്ദൻ ചന്ദ്രാവത്തിന്റെ അതിർത്തി വിട്ടുള്ള പരിധി വിട്ടുള്ള ആ പ്രസംഗത്തിന്റെ വിത്തുകളുണ്ട് ഗോപാലകൃഷ്ണന്റെയും സുരേന്ദ്രന്റെയും വാക്കുകളിൽ. യാദർശികമല്ല ഇതൊന്നും. അങ്ങനെ നിരീക്ഷിച്ചോട്ടെ പൊതുസമൂഹം നിഷ്പക്ഷം. അജിംഷാദ്, ഇതൊക്കെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാൻ പിണറായി വിജയനെ അനുവദിക്കില്ല, ഡൽഹിയിൽ സീതാറാം യെച്ചൂരിയെ സഞ്ചരിക്കാൻ അനുവദിക്കില്ല. ആരാണ് ഇയാൾ? ഡൽഹിയിൽ ആളുകളെ സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നതും പിണറായി വിജയനെ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നതുമൊക്കെ തൃശ്ശൂരിലൊരു മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഈ ചുണ്ടലിയാണോ? ഞാൻ ചോദിക്കട്ടെ, ഇതിനൊക്കെ അവകാശവും അനുവാദവും നമുക്ക് തരുന്നത് ഇന്ത്യയുടെ ഒരു പരമോന്നതമായി നാം കണക്കാക്കുന്ന ഭരണഘടനയാണ്. ഈ ഭരണഘടന ഒരു സൗജന്യമൊന്നുമല്ല. ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യത്തിന്റെ തിലോദകമാണ് ആ ഭരണഘടന. ആ ഭരണഘടനയാണ് ഈ ആവർത്തിലുള്ള അവകാശങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു കുന്ദൻ റാവത്തോ അല്ലെങ്കിൽ ഒരു ഗോപാലകൃഷ്ണനോ അല്ലെങ്കിൽ ഒരു സുരേന്ദ്രനോ അവർക്കൊന്നും അറിവില്ല, വിവരമില്ല. വിവരക്കേടിൽ നിന്ന് മറുപടിയാണുള്ളത്. ഭരണഘടനയെ അനുവദിക്കുന്ന ഒരു അവകാശമാണിത്, നമുക്ക് തടയാനാവില്ല എന്ന് ഇവർക്ക് മാത്രമല്ല, എന്തിന് ഇവരുടെ നേതാവായ കഷ്ടകാലത്തിന് പ്രധാനമന്ത്രി കൂടിയായിപ്പോയ ഈ നരേന്ദ്രമോദിക്കും അറിയില്ല. ആ അർത്ഥത്തിൽ അറിവില്ലായ്മയുടെ ഒരു വലിയ രാഷ്ട്രീയ ചങ്ങല തന്നെയാണിത്. അങ്ങനെ വരുമ്പം ഇതൊക്കെ പറയുമ്പം മഹത്തായ കാര്യങ്ങളായിട്ടാണ് ഗോപാലകൃഷ്ണനും സുരേന്ദ്രനും ഒക്കെ വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മലയാളികളെന്ന നിലയ്ക്ക് അപമാനം ഉത്പാദിപ്പിക്കുന്ന ആളുകളാണിവർ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മധ്യപ്രദേശില് അദ്ദേഹം ആ പ്രസംഗിച്ച ആള് പറഞ്ഞു എന്റെ കയ്യിൽ പണമുണ്ട്, പണം കൊടുത്ത് കൊല്ലിച്ചു കളയും. പണമുണ്ട്, ശിവരാജ് പാട്ടീലിന് പണമുണ്ട്. കഴിഞ്ഞ 15 വർഷമായി നമുക്കറിയാമല്ലോ, വ്യാപമഴിമതി കോടികളാണല്ലോ പിരിച്ചത്. ഈ അർത്ഥത്തിൽ വ്യാപമഴിമതിയിൽ കോടികൾ പിരിച്ചിട്ട് 19 ആളുകളെ സാക്ഷികളായി, ആ കേസിൽ സാക്ഷികളായി വന്ന ആളുകളെ കൊന്നു തള്ളിയ ആളുകളാണിത്. അവരത് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന രീതിയും ശൈലിയും പഠിച്ചവരാണ്. ആ അർത്ഥത്തിൽ പണം ഉണ്ടാക്കി വെച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ നേരിടുക, നേരിട്ട് തലവെട്ടി കൊല്ലുക, ഇതാണ് അവരുടെ ശൈലി. ഈ ശൈലിയാണ് ഗുജറാത്ത് പ്രയോഗിച്ചത്, ഈ ശൈലിയാണ് മധ്യപ്രദേശിൽ പ്രയോഗിച്ചത്. അങ്ങനെ പ്രയോഗിച്ച് വിജയിച്ച ശൈലിയിൽ വിജയശ്രീലാളിതരായി നിൽക്കുകയാണിവർ. ഇത് തന്നെയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്. ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തുക, അതിൽ നിന്ന് വ്യത്യസ്തമായി ശത്രുക്കളെ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ശത്രുക്കളുടെ ക്ഷാത്രബോധത്തോടെ നേരിട്ട് കൊന്നു തള്ളുക തുടങ്ങിയ വികാരങ്ങളാണ് ഇവരുടെ സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അപായകരമായ സൂചനയാണ് സത്യത്തിൽ നൽകുന്നത്. നമുക്ക് അഭിമാനിക്കാം അജിംഷാദ്, കേരളം പോലെ ഒരു സ്ഥലം
ഈ സംഘപരിവാരികൾക്ക് ഇത്ര ഹാലിളക്കുന്ന ഒരു കാര്യമായി തീർന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാൻ മനസ്സിലാക്കേണ്ടത് കേരളമാണ് ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു കൊത്തളമായി ഇവിടെ തല ഉയർത്തി നിൽക്കുന്നത്. അതുകൊണ്ട് സഹിക്കാൻ കഴിയാത്ത ആളുകളായി തീർച്ചയായും സുരേന്ദ്ര ബാബു, ഇപ്പോൾ നാം പ്രതീക്ഷിച്ച മറ്റൊരു അതിഥി കൂടി നമ്മോടൊപ്പമുണ്ട്. ശ്രീ RB ശ്രീകുമാർ IPS. ശ്രീ RB ശ്രീകുമാർ, ഗുജറാത്തിലൊക്കെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ കലാപത്തിന്റെ പല ചിത്രങ്ങളും താങ്കൾ മലയാളികളോട് വിവരിച്ചതാണ്. പക്ഷേ ഞങ്ങൾ ഇതാ നേരിട്ട് കണ്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊല്ലും, 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു RSS നേതാവ് പ്രഖ്യാപിക്കുന്നു. വലിയ നിയമപ്രശ്നമല്ലേ ഇത്? യാതൊരു സംശയമില്ല. ഇത് RSSന്റെ മൂലമായ, അതായത് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന അവരുടെ അജണ്ട അനുസരിച്ചാണ് അവരുടെ പ്രഖ്യാപനം. ഇതിൽ അത്ഭുതകരമായിട്ട് ഒന്നും ഞാൻ കാണുന്നില്ല. ഇവിടെ തന്നെ ആരെല്ലാമാണോ അവരുടെ അജണ്ടയ്ക്കെതിരായിട്ട് പോയത് അവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക ചെയ്തത്. അക്സൻ ജാഫ്രി ഒരു ഉദാഹരണമാണ്. അതായത് അദ്ദേഹത്തെ വെട്ടി നുറുക്കി കൊല്ലുക ചെയ്തത്. അതുപോലെ ഇതില് അവർക്ക് അവരുടെ അജണ്ടയായ ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിനെതിരായിട്ട് വരുന്ന ആരെയും ഉപദ്രവിക്കും, അവരെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കും. പിണറായി വിജയൻ സാറിന്റെ കാര്യത്തിൽ അദ്ദേഹം ശക്തമായ നടപടി എടുക്കും. വെറും പ്രസംഗം മാത്രമല്ല എന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ രാഷ്ട്രീയമായിട്ട് അവർക്ക് നഷ്ടമുണ്ടാവും. അവരുടെ സംഘടനാപരമായി തന്നെ അവർക്ക് പല അബദ്ധങ്ങളും പറ്റി, പല ന്യൂനതകളും ഉണ്ടായി. ഇതിനെതിരായിട്ടാണ് ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥം അവരുടെ അതിനകത്തുള്ള തീവ്രവാദികളെ ശക്തിപ്പെടുത്താൻ കൂടെയാണ്. ഞങ്ങൾ പിറകിലുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തോ എന്നുള്ള ഒരു മെസ്സേജ് ഇതിനകത്തുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ടത് RSSന്റെ അജണ്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എതിരാണ്. ഗാന്ധിജിയെ കൊന്നവരാണ്. അവരുടെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ ആധുനികമായ പല രാഷ്ട്രീയ സംഭവങ്ങൾ അന്തർദേശീയമായിട്ടും രാഷ്ട്രീയമായിട്ടും ദേശീയമായിട്ടും ഉണ്ടായിട്ടും അതിന്റെ യാതൊരു ഇമ്പാക്റ്റും അവർക്കില്ല. അവരുടെ മനസ്സ് ഈ പഴയ ബൂർബൺസിനെ പറ്റി പറയും. ഈ ബൂർബൺ ഡൈനാസ്റ്റി, ഇപ്പൊ ഫ്രഞ്ച് റവല്യൂഷന്റെ കാലത്ത് അവരെ മുഴുവനും ഫ്രഞ്ച് റവല്യൂഷണറീസ്, ഫ്രഞ്ച് വിപ്ലവകരിൽ കൊന്നു കഴിഞ്ഞു. അവരെ പറ്റി ചരിത്രകാരന്മാർ പറയുന്നത് ബൂർബൺസ് നെവർ ഫർഗോട്ട് എനിത്തിങ് ആൻഡ് നെവർ ഹാഡ് ലേൺഡ് എനിത്തിങ്. ഇവർ അതുപോലെയാണ്. ഇവർ പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല, പുതുതായിട്ടൊന്നും പഴയതൊന്നും മറക്കുന്നുമില്ല. അവരെ ബി ദി നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഗോൾവാൾക്കറുടെയും സവർക്കറുടെയും ആ മൈൻഡ് സെറ്റാണ് ഇവർ ഓരോരുത്തരും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആ ശ്രമമാണ് BJP പരോക്ഷമായിട്ടും RSS നേരിട്ട് നടത്തുന്നത്. ഇതില് എനിക്ക് അത്ഭുതമായിട്ടൊന്നുമില്ല. അവന് നമ്മുടെ ഈ സ്ട്രഗിള് ശക്തമായി തുടരണമെന്നുള്ളതാണ്. അതാണ് ശ്രീ RB ശ്രീകുമാർ. അതായത് 3000 പേരെ കൊന്ന ആ ഗുജറാത്ത് കലാപത്തിന് ഭരണകൂടം കുടപിടിച്ചു എന്ന് താങ്കൾ കൃത്യമായി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ്. അതിന്റെ ആരോപണ വിധേയർ ഇന്ന് കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്നു, പ്രധാനമന്ത്രി പദം വരെ അലങ്കരിക്കുന്നു. ആ ധൈര്യം ഈ തീവ്രവാദികൾക്ക് ഇത്തരം തീവ്രവാദ പ്രസംഗം നടത്താൻ ഊർജം പകരുന്നുണ്ടോ? പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കൊലാഹ്വാനം നടത്താൻ? ഒരു സംശയമില്ല. അതാണല്ലോ അവർ ഈ പിൻബലം വെച്ചാണ് ചെയ്തത്. ഇതില് അവര് ഈ പശുമാംസം ഭക്ഷിച്ചെന്നുള്ള ആരോപണം നടത്തി സാധുക്കളെ കൊന്നു, ഉത്തർപ്രദേശിൽ കൊന്നു. ഈ പശുക്കളെ കാലി മേയ്ക്കാൻ കൊണ്ടുപോയാൽ അവരെ കൊന്നു. അങ്ങനെ ഫലത്ത് 3-4ഓളം ഈ മനുഷ്യാവകാശ പ്രവർത്തകരും റാഷണലിസ്റ്റുമായി അവരെ കൊന്നു. കാരണം അവർക്കെതിരെ അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ആളുകളെ കാണാൻ നോക്കൂ. ഒന്ന് നമ്മുടെ കൂടെ, അല്ലെങ്കിൽ നമുക്കെതിരായിട്ടുള്ള ആരെയായാലും ഞങ്ങൾ വകവരുത്തും, അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കണം. ഈ ശബ്ദമുണ്ട്. ഇവിടെ തന്നെ ഗുജറാത്തിൽ തന്നെ 2000 പേര് കൊലപാതകം നടത്തി. അതിന് കാരണക്കാരായ പല പോലീസ് ഓഫീസേഴ്സും ഉണ്ട്. ഈ 2000 പേരുടെ കൊലപാതകം നടക്കുമ്പോൾ പോലീസുകാർ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചിരിക്കുമല്ലോ, താമസിച്ചു വരികയോ ആക്ഷൻ എടുക്കാതിരിക്കുകയോ എന്നുള്ള പലതും നടന്നിരിക്കുമല്ലോ. പക്ഷെ അതിനെതിരായിട്ട് ആക്ഷൻ എടുത്ത ആർക്കെതിരായിട്ടാണ്? ഈ സത്യം പിടിച്ചു പറഞ്ഞ എനിക്കെതിരായിട്ടും രാഹുൽ ശർമ്മ, സഞ്ജീവ് ഭട്ട് എന്നുള്ള 3 ഓഫീസേഴ്സിനെതിരായിട്ടാണ്. രാഹുൽ ശർമ്മയെ സഞ്ജീവ് ഭട്ടിനെ ഡിസ്മിസ് ചെയ്തു. എന്നെ ഇപ്പൊ ഡിസ്മിസ് ചെയ്യാൻ എനിക്ക് എന്റെ പെൻഷൻ നിർത്തിവെക്കാനുള്ള കേസ് സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. കാരണം ഞങ്ങൾക്കെതിരായ നീങ്ങരുത്, ഞങ്ങൾ തല കൊയ്യും എന്ന മെസ്സേജാണ്. ഇതിനെതിരായിട്ട് ബൗദ്ധികമായിട്ടാണ് ഒരു വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉണ്ടാവണം. ഈ RSSന്റെ ആ ചിന്താഗതിയിലേക്ക് പോകുന്ന ധാരാളം ആളുകൾ ഇപ്പൊ കാണുന്നുണ്ട്. ഈവൻ ഇടതുപക്ഷക്കാരും പറയുന്നു മോദിയുടെ ഒരു പ്രധാനമായിട്ടുള്ള നിലനിൽപ്പിന്റെ മെറ്റാഫിസിക്കൽ, അതായത് ബൗദ്ധികമായ ആധാരം ശരിയെന്തെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് വർഷങ്ങളോളം ഹിന്ദുക്കൾ തല്ലുകൊണ്ട് കിടക്കുകയായിരുന്നു. ആദ്യമായിട്ട് മോദി സാഹിബ് വന്ന് തുലിക്കരെ അടിച്ചൊതുക്കി എന്ന് എന്നോട് സംസാരിച്ച പല നേതാക്കന്മാർ വരെ ഉണ്ട്. അതാണ് ശ്രീ RB ശ്രീകുമാർ. ദേശീയ വാർത്താ ഏജൻസിയായ ANI ഇപ്പോൾ കുന്ദൻ ചന്ദ്രാവത്തിന്റെ ആ വിവാദ പ്രസംഗം, ആ കൊലവിളി പ്രസംഗം കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളും സംപ്രേഷണം ചെയ്യുന്നു. ഇതാ തീർച്ചയായും
ANIയും അത് പബ്ലിഷ് ചെയ്തു, സംപ്രേഷണം ചെയ്തു എന്നതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ RB ശ്രീകുമാർ, നേരത്തെ ശ്രീ ഭാസുരേന്ദ്ര ബാബു നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട്. ആ വൈരുദ്ധ്യം ഒരു ഘട്ടത്തിൽ നുരഞ്ഞു പൊന്തുകയാണ്. അതായത് വ്യാപം അഴിമതിയെപ്പോലെ മലീമസമായ ഒരു രാഷ്ട്രീയ വിളനിലത്തിൽ നിന്നുകൊണ്ടാണ് നവോത്ഥാന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കായികമായി കൊല്ലും, അല്ലെങ്കിൽ കൊല്ലണം, അല്ലെങ്കിൽ കൊല്ലാൻ ഇനാം പ്രഖ്യാപിക്കുന്നു എന്ന് ഒരു രാഷ്ട്രീയ നേതാവ്, RSSന്റെ നേതാവ് പറയുന്നത്. ശ്രീ RB ശ്രീകുമാർ. അഴിമതി മാത്രമല്ല, ഗുജറാത്തിലെ ഒരു അഴിമതിയും പുറത്തു കൊണ്ടുവരാൻ കോൺഗ്രസ് പോലും യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. ഒരു പ്രധാന ഉദാഹരണം, 12 വർഷം കഴിഞ്ഞതിന് ശേഷം കോടിക്കണക്കിന് രൂപ ചെലവാക്കി നിയമിച്ച നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് 2014 നവംബറിൽ പുറത്തു വന്നു. അതിന് 6 മാസത്തിനകം അസംബ്ലി. ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു, പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു. കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടിയിരുന്നില്ലേ? എന്താ, എനിക്കിപ്പോ അതിനെ പറ്റി അറിയില്ല, നോക്കട്ടെ എന്താ. പിന്നെ ഒരു ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങയുടെ തലയെടുക്കാൻ RSSന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം വരുന്നു, 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് RSS നേതാവ് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഉജ്ജയിനിലെ RSS പ്രമുഖ പറഞ്ഞിരുന്നു. സംഘപരിവാർ പലരുടെയും തലയെടുത്തതാണല്ലോ, അതുകൊണ്ട് നമുക്കിപ്പോ സഞ്ചരിക്കാതെ പറ്റില്ലല്ലോ. ഭയമില്ല. ശരി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതേ സംബന്ധിച്ച് പ്രതികരിച്ചു. അദ്ദേഹം അതിനെ പരിഹസിച്ച് തള്ളുകയാണ് ചെയ്തത്. അത്തരം ഭീഷണിയൊന്നും തൻ്റെ അടുത്ത് വില പോകില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം നടന്നു പോയത്. ഒരു പക്ഷേ അദ്ദേഹം പറയുകയും ചെയ്യുന്നു, ഇത് യാദൃശ്ചികമല്ല, RSSന്റെ നിരവധി പേരെ തലയെടുത്തലിൻ്റെ ഭാഗമായും അല്ലെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങളുടെ ഭാഗമായും ഇതിനെ കണ്ടാൽ മതി എന്നുകൂടി അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. തീർച്ചയായും ശ്രീ RB ശ്രീകുമാർ, ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടി പ്രതികരണം എത്തിയ സാഹചര്യത്തിൽ ശ്രീ RB ശ്രീകുമാർ എന്നോട് ചോദിച്ചത് ഈ അഴിമതി കാര്യമാണ്. അഴിമതി, വ്യാപകമായ അഴിമതിയുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് ഒരുതരം ചങ്ങാത്ത മുതലാളിമാരുടെ ഭരണമാണ്. അതിനെ അങ്ങനെ അല്ലെന്ന് കാണിക്കാൻ വേണ്ടി വളരെ സൂപ്പർഫിഷ്യലായിട്ട് ഉപരിപ്ലവമായ ചില നടപടികൾ എടുത്തിട്ടുണ്ട്. അതായത് നോട്ടുബന്ദി ഒരു ചെറിയൊരു നടപ്പാക്കേണ്ട കാര്യമാണ്. പക്ഷെ അതൊരു 15-ാമത്തെ 20-ാമത്തെ കാര്യമായിരിക്കാം. അതിനു മുമ്പ് ഒരു കാര്യവും നടത്തിയിട്ടില്ല. 650 പേര് ഫോറിൻ ബാങ്ക്സിൽ ഇന്ത്യൻ മണി ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരാളുടെ പേര് പുറത്തു കൊണ്ടുവന്നില്ല. ഇവിടെ സുജലാം സുഫലാം എന്നുള്ള പദ്ധതി അനുസരിച്ചിട്ടുള്ള ഒരു അഴിമതി 1200 കോടിയുടെ അഴിമതി. അതാണ് കാതലായ വിഷയങ്ങൾ തന്നെയാണ് ശ്രീ RB ശ്രീകുമാർ പറയുന്നത്. ശ്രീ P ജയരാജൻ, നോക്കൂ, വളരെ നിഷ്പക്ഷനായ ഒരു ഉദ്യോഗസ്ഥനാണ് RB ശ്രീകുമാർ. അദ്ദേഹം നേരിട്ട് ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ച് ഭരണകൂടം നടത്തിയ പല ഒത്താശകൾക്കെതിരെയും വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ്. അത്തരം RB ശ്രീകുമാർ തന്നെ പറയുകയാണ്. നേരത്തെ ഭാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചതും ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമായി ചർച്ച ചെയ്യേണ്ടതാണ്. മധ്യപ്രദേശിൽ വ്യാപം അഴിമതിയെപ്പോലെ അത്രയേറെ മലീമസമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്രയും വലിയൊരു ജനാധിപത്യ വിരുദ്ധത കേരളത്തിൻ്റെ നവോത്ഥാന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്നതെന്ന്. ഗുജറാത്തിലും അതിന് സമാനമായ അഴിമതി കഥകളും ഉണ്ടായിരുന്നു എന്ന് RB ശ്രീകുമാറും രേഖപ്പെടുത്തുന്നു. ഇതിനെയൊക്കെ ആ രീതിയിൽ കൂടി കാണേണ്ടേ ശ്രീ P ജയരാജൻ? തീർച്ചയായിട്ടും. കാരണം ഈ ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ വികസനം നടത്തിയത് എന്ന് രാജ്യത്തുടനീളം പ്രചരിപ്പിച്ചു. ആ വികസനം എന്ന പേരിൽ നടപ്പാക്കിയതിന്റെ മറപിടിച്ചുകൊണ്ട് അവിടെ അധികാര കസേര ഉറപ്പിക്കാൻ വേണ്ടി 2000-ത്തിലധികം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളുടെ തലയിറക്കുകയാണ് ചെയ്തത്, കശാപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത്തരം ഘട്ടങ്ങളിൽ ശ്രീകുമാറിനെ പോലെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ, ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്നത് അഭിമാനകരമാണ്. അദ്ദേഹത്തെ പോലെയുള്ളവർക്കെതിരായിട്ട് പലതരത്തിലുള്ള ഭീഷണിയാണ് സംഘപരിവാരത്തിന്റെ ഭാഗത്ത് ഉണ്ടായത്. അവരുടെ സർവീസ് ജീവിതത്തിൽ തന്നെ വലിയ വെല്ലുവിളിയും ഭീഷണിയും ഉണ്ടായിട്ടും ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ശ്രീകുമാർ ഇപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ മലയാളികൾ എന്ന നിലയ്ക്ക് കൂടി ഇക്കാര്യത്തിൽ അഭിമാനമുണ്ട്. അതുകൊണ്ട് ഈ വധഭീഷണി ഇപ്പോൾ ANIയിൽ കുന്ദൻ ചന്ദ്രാവത്ത് സംസാരിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. पूरा संरक्षण दे रहे हैं और उन्होंने वहां के शासन प्रशासन को पंगु बना दिया है. उन्होंने वहां पे गृह विभाग खुद के पास रखा है. ऐसी स्थिति में जब जिस प्रदेश का मुख्यमंत्री अगर वहां पर शासन प्रशासन को पंगु बना दे और ऐसी लोग जो इस देश में प्रेम रखते हैं
और अन्य राजनीतिक विचारधारा के उनकी हत्याएं करने के लिए इस साजिश में शामिल हो जाए, तो क्या आप इस देश को सुरक्षित मानते हैं? क्या आप इस देश के लोकतंत्र को सुरक्षित मानते हैं? और ये वही वामपंथी कार्ल मार्क्स की मानसिकता है जिन्होंने हमारे आदिवासी भाइयों को हल छीनकर AK-47 थमा दी और उनको भूखे मरने पर लाचार कर दिया। एक रेड कॉरिडोर का निर्माण करने की इनकी साजिश चल रही है पश्चिम बंगाल से लेकर आंध्र प्रदेश तक, और रेड कॉरिडोर के माध्यम से ये देश का विभाजन करने वाले हैं, 2 टुकड़े करने वाले हैं। लेकिन मैं उनको जो बयान मैंने दिया है कि उनका शीश काट कर लाने वाले को 1 करोड़ का इनाम दूंगा, वो मेरा व्यक्तिगत बयान है। और उस गूंगी बहरी सरकार को मैं उसी प्रकार समझाना चाहता हूं जिस प्रकार शहीद भगत सिंह ने अंग्रेजों की गूंगी बहरी सरकार को समझाने के लिए बम फोड़ा था। उसी प्रकार मैंने यह विस्फोटक बयान दिया है और वहां की सरकार यह समझ जाए कि इस देश का समाज, हिंदू समाज सोया नहीं है, जाग गया है। वो शिवाजी का गौरव हमारे हृदय में हिलोरे मार रहा है। चंद्रशेखर की वंशज है हमारे, वो उनके गौरव को हम भूले नहीं है। अगर ऐसी हिमाकत वो करेंगे, संघ के स्वयंसेवकों की हत्या करेंगे, वहां के आम नागरिकों को मारेंगे, तो उसका करारा जवाब देने के लिए ये हिंदू समाज और मेरे जैसे ना जाने कितने कार्यकर्ता अपनी जान की बाजी लगा देंगे। एक कुंदन चंद्रावत अगर इस देश से खत्म होता है तो हो जाए, लेकिन इस देश का लोकतंत्र और राष्ट्रीय स्वयंसेवक संघ और वो लोग जो इस समाज और इस देश से प्रेम रखते हैं वो इस देश में जीवित रहें, यही मैंने सोचकर बयान दिया है। കുന്ദൻ ചന്ദ്രാവത്ത് വീണ്ടും അത് ആവർത്തിക്കുകയാണ്. തീർച്ചയായും അയാൾ നടത്തിയ പ്രസംഗത്തെ ന്യായീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ കൂടിയാണ് തുടർന്നും കുന്ദൻ ചന്ദ്രാവത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് അദ്ദേഹം. ഒരു പക്ഷേ കാര്യങ്ങൾ അറിയാതെ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. റെഡ് കോറിഡോർ എന്ന രീതിയിൽ മാവോയിസ്റ്റ് കാര്യങ്ങളെയൊക്കെ അദ്ദേഹം CPIM-മായി കൂട്ടിയോജിപ്പിക്കുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു ആ രീതിയിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ ഈ കൊലവിളിയിൽ നിന്ന് പിന്മാറുന്ന ഒരു പശ്ചാത്താപം പോലും പിന്നീടും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണുന്നുമില്ല. എന്ത് ധൈര്യമാണ് അത്തരം ക്രിമിനലുകൾക്ക് ഇന്ത്യ നൽകുന്നത്? ശ്രീ ഭാസുരേന്ദ്ര ബാബു. ശ്രീ P. ജയരാജൻ, താങ്കൾക്ക് പ്രതികരിക്കാം അതിനോട്. ശ്രീ P. ജയരാജൻ, താങ്കളുണ്ടെങ്കിൽ. മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ തലയെടുത്താൽ 1 കോടി രൂപ ഇനാം നൽകാമെന്ന് RSSന്റെ നേതാവ് കുന്ദൻ ചന്ദ്രാവത്ത് പരസ്യമായൊരു വേദിയിൽ പറഞ്ഞു. MLA-മാരും MP-മാരും ഇരിക്കുന്ന വേദിയിലാണ് അത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. അതിനുശേഷവും കുന്ദൻ ചന്ദ്രാവത്ത് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ ആ കൊലവിളിയെ ന്യായീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിലും കേരളത്തിലെയും പൊതുസമൂഹം ഇതിനെതിരെ ഉയർത്തുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ, തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ കായികമായി തലകൊയ്യുമെന്ന് പരസ്യമായി ഒരു RSS നേതാവ് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമാണ് എന്നും നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ പ്രതികരിക്കുകയും ചെയ്തു.